Hey guys, welcome back to our another new vlog. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള വ്ളോഗാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ യൂട്യൂബ് ഗാഡ്ജറ്റ്സിലേക്ക് ഞാൻ എൻ്റെ ഒരു പുതിയ പ്രൊഡക്റ്റും കൂടെ ആഡ് ഓൺ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ സിയൂൺ ബ്രാൻഡിൻ്റെ ഒരു സ്മൂത്ത് 4 എന്ന് പറഞ്ഞൊരു ഗിംബൽ നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഗിംബലാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോണേ. അപ്പോൾ ഇത് ടെക് പരമായിട്ട് എനിക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ചെയ്യാൻ അറിയില്ല, ബട്ട് സ്റ്റിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി ഇത് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ വർക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞാണ്. എന്നാലും നമ്മൾ വീഡിയോ കാണിക്കുമ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് കാണിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നുകൂടെ അൺബോക്സ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. അൺബോക്സിങ് ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്ന അടിപൊളി പാക്കിങ്ങാണ്. ഈ സിയൂൺ ബ്രാൻഡിൻ്റെ ഒരു അടിപൊളി പാക്കിങ്ങിലാണ് വരുന്നത് കേട്ടോ അത്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് നമ്മുടെ മെയിനായിട്ടുള്ള ഗിംബൽ. ഇപ്പോൾ ട്രൈപോഡൊക്കെ നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളതാണ്, നല്ല പിടിക്കുമ്പോൾ തന്നെ നല്ല സ്മൂത്താണ്. അതുപോലെ 1/4 ഇഞ്ചിൻ്റെ ഒരു സ്ക്രൂ വരുന്ന ഒരു ട്രൈപോഡാണ്. ഇതൊരു യൂണിവേഴ്സലാണെന്ന് തോന്നുന്നു, നമുക്ക് എല്ലാത്തിനും ആപ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രൈപോഡാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഗിംബൽ പുറത്തേക്ക് എടുത്തിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഗിംബൽ. അപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഒത്തിരി ഫങ്ഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാം, കുറേ സ്വിച്ചസും കാര്യങ്ങളും ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് മെയിനായിട്ട് 3 മോട്ടറാണ് വരുന്നത്. ഒന്ന് ഇവിടെ, അതുപോലെ തന്നെ ഇവിടെ, ഇങ്ങനെ 3 മോട്ടേഴ്സാണ് വരുന്നത്. ആക്ച്വലി ഈ മോട്ടേഴ്സിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടുമ്പോഴൊക്കെ റണ്ണിങ് ഷോട്ടൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ള ഷോട്ടൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഉണ്ടാകുന്ന വൈബ്രേഷൻസ് ഇല്ല, വൈബ്രേഷനൊക്കെ കോമ്പൻസേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 3 മോട്ടേഴ്സ് കൊടുത്തേക്കണേ. അതെങ്ങനെയാണെന്ന് ഞാൻ ഡയറക്റ്റ്ലി ഫോൺ കണക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഇതിൻ്റെ കുറച്ച് സ്വിച്ചസും കാര്യങ്ങളൊക്കെ. ഇവിടെ റോട്ടറി ആയിട്ടുള്ള സ്വിച്ചസും കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ടാക്റ്റൈൽ ആയിട്ടുള്ള സ്വിച്ചസും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ആൻഡ് ഇവിടെ എന്താ പറയുക, ലോങ് പ്രസ് ചെയ്യാനായിട്ടുള്ള മെയിൻ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ലോക്ക് ബട്ടൺ വരുന്നുണ്ട്. പിന്നെ റെക്കോർഡിങ്, പിന്നെ മെനു, ഡിസ്പ്ലേ, അങ്ങനെ സംതിങ് കുറേ സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചില ഇവിടെ USB ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തോടെ നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാം. അപ്പോൾ ഇത് ഈവൻ പവർ ബാങ്കായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ഫോണിൽ നിന്നുള്ള ചാർജ് തീരാണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ ചാർജിങ് കേബിൾ എന്ന് പറഞ്ഞാൽ C കേബിളാണ് കേട്ടോ വരുന്നത്. അപ്പോൾ യൂണിവേഴ്സലാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചാർജ് ചെയ്യാം. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ S9 ആണ്, സാംസങ്ങിൻ്റെ S9 ആണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കേസ് നമ്മുടെ ഫോണിനകത്ത് ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു പൊസിഷൻ കീപ്പ് ചെയ്തിട്ട് വേണം നമ്മുടെ ഫോൺ എപ്പോഴും കണക്ട് ചെയ്യാൻ. കണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് തന്നെ നമ്മുടെ ഫോൺ കണക്ട് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വരുന്ന മോട്ടറില്ലേ, ഈ മോട്ടർ ഓവറായിട്ട് എന്താ പറയുക പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഓവർ ഹീറ്റാവും, ബാറ്ററി ഡ്രെയിനേജ് പെട്ടെന്നാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടാണ് എപ്പോഴും ഫോൺ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ കണക്ട് ചെയ്യണതിന് മുന്നേ എനിക്ക് പറയാനുള്ള ഇതിൻ്റെ ഒരു ആപ്പുണ്ട്, ZY എന്ന് പറഞ്ഞൊരു ആപ്പാണ്. പ്ലേ സ്റ്റോറിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളൂ കേട്ടോ. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് ഇത് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ഡയറക്റ്റ്ലി നമ്മുടെ ആപ്പിലേക്ക് പോകാം. ഫസ്റ്റ് ഫോൺ ഓപ്പൺ ആക്കുക. ഫോൺ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ഇവിടെ ആപ്പ് ഒന്ന് ഓപ്പൺ ആക്കുക. അപ്പോൾ ഇതിനകത്ത് സ്മൂത്ത് 4 എന്നാണ് നമ്മുടെ ഇത് വരുന്നത്. അപ്പോൾ അലവ് കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഡിവൈസ് ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് വെച്ചാൽ എൻ്റർണം കൊടുക്കുക. അപ്പോൾ അത് എല്ലാം അലവ് ചെയ്ത് വിടുക കേട്ടോ. അലവ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ സംഭവം റെഡി. ഇപ്പോൾ ഗൈസ്, നമ്മൾ ഓൾറെഡി ഇതെല്ലാം കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ആപ്പെ കണക്ട് ചെയ്യേണ്ടത് ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോൾ നമ്മളിങ്ങനെ വെർട്ടിക്കൽ മോഡിലായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഫോണിന് ഹൊറിസോണ്ടലി വെക്കണം. അപ്പോൾ ഇതെല്ലാം ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മളിത് ജസ്റ്റ് ഇവിടെ ഒന്ന് തട്ടി കഴിഞ്ഞാൽ കണ്ടോ, ബാക്ക് ടു നോർമൽ, നമ്മുടെ കറക്റ്റായിട്ടുള്ള പൊസിഷനും കാര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പൊസിഷൻ കറക്റ്റായിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്കത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ ഒരു സ്ക്രൂ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഈവൻ ഇവിടെ ഒരു സ്ക്രൂ വന്നിട്ടുണ്ട്. ഈ 2 സ്ക്രൂവിൽ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഗൈസ്, അങ്ങനെ നമ്മുടെ സെറ്റിങ്സും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് റെക്കോർഡ് ചെയ്ത് എങ്ങനെ നോക്കാം, അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് അതിന് മുന്നേ നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ റെക്കോർഡ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റെക്കോർഡ് ബട്ടൺ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റെക്കോർഡ് സ്റ്റാർട്ടായി. അപ്പോൾ അത് നമുക്ക് നോക്കിയാൽ കാണാം നമ്മുടെ ക്യാമറയൊക്കെ. അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് ക്യാമറ മാക്സിമം സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ ക്യാമറ സൂം ആവുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകം എടുത്ത് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഈ പൊസിഷൻ
മൂവ് ആവുന്നില്ല. കണ്ടോ, നമ്മൾ കൈ എത്ര ഷേക്ക് ചെയ്താലും നമ്മുടെ ക്യാമറ അതേ പൊസിഷനിൽ തന്നെ നിൽക്കണേ. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ നിന്ന് എത്ര പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിലും അത് നല്ല കറക്റ്റ് പെർഫെക്റ്റിലാട്ടോ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റോട്ടറി സ്വിച്ചറിൻ്റെ ഏറ്റവും വലിയ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സൂം ചെയ്യണുണ്ടോ, മാക്സിമം ഈ ഒരു S9 ഫോണിലെ മാക്സിമം സൂമും അതിൻ്റെ ക്ലാരിറ്റിയാണ് നമുക്ക് കിട്ടുള്ളൂ. അതൊന്ന് കൺസിഡർ ചെയ്യണം കേട്ടോ, അല്ലാതെ നമുക്ക് അതിന് കൂടുതൽ ക്ലാരിറ്റി ഒന്നും കാര്യം കിട്ടത്തില്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ വലിയ ഡിഫിക്കൽട്ടൊന്നുമില്ല. ഇവിടെ തന്നെ സ്വിച്ച് ബട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയിൽ സ്വിച്ചസ് ആയിക്കോളും, ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയും ഒരേപോലെ സ്വിച്ച് ആയിക്കോളും. അപ്പോൾ ഇത് നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ സ്റ്റെബിലിറ്റിക്ക് വലിയ വിഷയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഭയങ്കര എഫേർട്ടും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ നോക്കിയാൽ കാണാം, ഇവിടെ 2 സ്വിച്ചും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ 2 സ്വിച്ചിൻ്റെ വെച്ചാൽ മേളിൽ സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ വ്യത്യാസം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി തരാം. മേളിൽ സ്വിച്ച് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ എത്രയോ തിരിച്ചാലും ഇപ്പം നമ്മൾ തന്നെ ഫോക്കസ് ആവുന്നുണ്ടോ, സെയിം എൻ്റെ ഫേസ് തന്നെ ഫോക്കസ് ആവുന്നുണ്ട്. ഈവൻ സെക്കൻഡ് സ്വിച്ച് അടിയിലത്തെ സ്വിച്ച് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അതങ്ങനെ ഫാസ്റ്റായിട്ട് വരില്ല, അത് അതിൻ്റെ ഇഷ്ടപ്രകാരം പോകുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്റ്റെബിലിറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഫോൺ നമ്മൾ നോർമലി എടുത്തിട്ടും ഒന്ന് ഓടി നോക്കാം, അതുപോലെ തന്നെ നടന്നു നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഗിംബൽ വെച്ചിട്ട് നമുക്ക് സെയിം രീതിയിൽ നടന്നും ഓടി നമുക്ക് ഷോട്ട് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ഇട്ടിട്ട് ഫ്രണ്ട് ക്യാമറയിൽ എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ്, അല്ലെങ്കിൽ ക്യാമറയുടെ പെർഫോമൻസ് അത്ര ഉണ്ടാവുള്ളൂ, നമ്മുടെ ഗിംബലിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് നോക്കാനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ റണ്ണിങ് ഷോട്ട് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതിൻ്റെ ആക്ച്വലി ബാറ്ററി ബാക്കപ്പ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ചാർജിങ് ടൈം ഏതാണ്ട് അറൗണ്ട് ഒരു 3 മണിക്കൂർ ടു 4 മണിക്കൂറോളം ഇടണം തോന്നുന്നു ഫുൾ ചാർജ്. ആൻഡ് ദെൻ ഇതിൻ്റെ ബാക്കപ്പ് കിട്ടുന്ന ഏകദേശം ഒരു 12 മണിക്കൂറാണ് കമ്പനി അവകാശം പറഞ്ഞത്. എന്തായാലും ഒരു 8 മണിക്കൂർ കൺഫേം ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2-2.5 മണിക്കൂർ കണ്ടിന്യൂസ് ഉപയോഗിച്ചിട്ട് ഒരു ഘട്ട പോലും തീർന്നിട്ടില്ല. അപ്പോൾ അത്യാവശ്യം നല്ല ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ഭയങ്കര സ്റ്റേബിളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇത് ഭയങ്കര ക്യൂട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. ഇപ്പോൾ ഓസ്മോടെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അത് വെച്ച് നോക്കുമ്പോഴും സെയിം ഒരു ക്വാളിറ്റി അങ്ങ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും അടിപൊളിയാണ്. ഇനി വരും ദിവസങ്ങളിൽ ഞാൻ ഇതിൻ്റെ കൂടുതൽ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് വേണമെങ്കിൽ നിങ്ങളൊന്ന് പറയാട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ആ സമയത്ത് യൂസർ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഓക്കെ ഗൈസ്, അതുപോലെ തന്നെ ഇതിന് 4 മോഡാണ് വരുന്നത് ആക്ച്വലി. അപ്പോൾ ഫസ്റ്റ് മോഡ് എന്ന് പറഞ്ഞാൽ പ്ലാൻ ആൻഡ് ഫോളോ മോഡ് എന്നാണ് പറയുന്നത്. ആക്ച്വലി അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്കും ഇവിടെ ഫോൺ കണക്ട് ചെയ്യുമല്ലോ. ഈ ഫോൺ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഈ ഒരു ഡയറക്ഷനിൽ നിൽക്കുന്ന സമയത്തില്ലേ, ആക്ച്വലി ഈ ഡയറക്ഷനിൽ നിൽക്കുമ്പോൾ ഈ ഒരു 2 മോട്ടോർ വർക്കിംഗ് ആയിരിക്കും, ഒരു മോട്ടോർ വർക്കിംഗ് ആയിരിക്കില്ല. അതിനാണ് പ്ലാൻ ആൻഡ് ഫോളോ മോഡ് എന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന വീഡിയോസിൻ്റെ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്ത് സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യണതിനാണ് ആ ഒരു മോഡ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഗൈസ്. അതുപോലെ സെക്കൻഡ് മോഡ് എന്ന് പറഞ്ഞാൽ ലോക്ക് മോഡാണ്. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചതുപോലെ ഇവിടെ ലോക്ക് ബട്ടൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മൾ വിചാരിക്കുന്ന ഒരു വെർട്ടിക്കൽ പൊസിഷൻ അല്ലാണ്ട് വേറെ ഒന്നും ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ആ ഒരു മാത്രമായിരിക്കും ഫോൺ സ്റ്റേബിളായിട്ട് നിൽക്കുക. ബാക്കി നമ്മൾ എങ്ങനെ കാണിച്ചാലും അത് അതുപോലെ തന്നെ നിൽക്കും. അതാണ് ലോക്ക് മോഡ് എന്ന് പറഞ്ഞാൽ. ലോക്ക് നമ്മൾ എവിടെ ലോക്ക് ചെയ്യുന്നോ അത് അവിടെ തന്നെ നിൽക്കും. അതാണ് ലോക്ക് മോഡ്, സിമ്പിൾ. അതുപോലത്തെ മൂന്നാമത്തെ മോഡ് എന്ന് പറയുന്നത് ഫോൺ ഗോ മോഡ്. ആ ഫോൺ ഗോ മോഡ് എന്ന് പറഞ്ഞാൽ ഈ മേളിലത്തെ ബട്ടണാണ് കേട്ടോ. റിയർ പോർഷനിൽ നമ്മുടെ ഫിംഗർ പിടിക്കുന്ന സ്ഥലമല്ലേ, അപ്പോൾ നമ്മുടെ ഈ ചൂണ്ടുവിരൽ വെച്ച് നമുക്ക് ഇത് ഈസി ആയിട്ട് മാനേജ് ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ ഇത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് നമ്മുടെ ഇതിലും പർട്ടിക്കുലർ മൊമെൻറ്റിൽ നമ്മൾ ഫാസ്റ്റായിട്ട് നമ്മൾ എന്തെങ്കിലും സാധനം ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് നമുക്കിത് ഇങ്ങനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കത് സുഖമായിട്ട് മാറ്റാവുന്നുള്ളൂ നമ്മുടെ ഈ ഫോൺ ഗോ മോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി 4ാമത്തെ മോഡ് എന്ന് പറഞ്ഞാൽ ഫോളോ മോഡാണ്. ഫോളോ മോഡ് ഈ റിയർ പോർഷനിൽ തന്നെ ആ സ്വിച്ച് തന്നെയാണ്, അതിൻ്റെ സെക്കൻഡ് സ്വിച്ചാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാന്നുള്ളൂ. അതെന്ന് വെച്ചാൽ നമ്മുടെ ഏതെങ്കിലും ആംഗിൾ വൈസ് നമ്മൾ ഒന്നിങ്ങനെ ഷൂട്ട് ചെയ്ത് വരില്ലേ, അപ്പോൾ ആ ആംഗിളിൽ നമ്മളൊന്ന് സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്ത് നമ്മൾ പയ്യെ ആ ഒരു മോഷനിൽ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോളോ മോഡ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ 4 മോഡാണ് ആക്ച്വലി നമ്മുടെ ഈ ഗിംബലിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ പരിപാടി കാര്യങ്ങളൊന്നും ഞാൻ പഠിച്ച് വന്നിട്ടില്ല, ഞാനിപ്പോൾ കൈ കിട്ടിയിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഞാൻ വരും ദിവസങ്ങൾ പഠിച്ചിട്ട് ഞാൻ ഇത് വെച്ച് ഇനി നല്ല നല്ല വിഷ്വൽസൊക്കെ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇനി നമ്മുടെ ഈ ഭൂമി ഉൽക്കം പോലത്തുള്ള ആ ഒരു സീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് മാക്സിമം മാറ്റാം. കാരണം നമ്മുടെ പഴയ കുറേ വീഡിയോസിലൊക്കെ കുറേ പേര് കംപ്ലയിൻറ്റ് ചെയ്തേ നമ്മുടെ
സ്റ്റെബിലിറ്റി കുറവരാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൽ ഷൂട്ട് ചെയ്യുമ്പോൾ മാക്സിമം സ്റ്റെബിലിറ്റി ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. അറിയില്ല നമ്മുടെ വ്ളോഗ് എന്തോരം സക്സസ് ആവുമെന്ന് അറിയില്ല. ഇൻ കേസ് നമ്മുടെ എന്ത് സിനിമാറ്റിക് ഷോട്ടൊക്കെ എടുക്കണമെങ്കിൽ അടിപൊളിയായിട്ട് എടുക്കാമെന്നുള്ളൂ. ആൻഡ് ഇത് ഹാൻഡ്ലിംഗ് ഒക്കെ ഭയങ്കര സുഖമാണ് കേട്ടോ. ഇതിൻ്റെ എയർഗോണമിക് ഡിസൈനിങ് ഒക്കെ ആണെങ്കിലും ഭയങ്കര കംഫോർട്ടാണ്. എൻ്റെ കൈക്ക് നല്ല സുഖമുണ്ട് പിടിക്കാൻ. അതുപോലെ ലൈറ്റ് വെയിറ്റാണ്, ഓവർ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ക്യാമറ പിടിക്കുന്ന ആ വെയിറ്റ് പോലും ഇല്ല എനിക്ക്. ഇതിങ്ങനെ ഇതും ഈ ഫോണും ക്യാരി ചെയ്ത് പിടിക്കാനൊക്കെ ഭയങ്കര സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എത്രക്കുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ ഇത് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളേക്ക് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. അപ്പോൾ എനിവേ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത പുതിയ വീഡിയോസായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ ഞാൻ ബാക്കി ഡീറ്റെയിൽസൊക്കെ പഠിക്കട്ടെ, അതിനകത്ത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. കുറച്ച് ഷോർട്സൊക്കെ എടുത്ത് പഠിക്കണം. അപ്പോൾ നമുക്ക് see you on next video. അതുവരെയും ബൈ ബൈ.